പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ രാജു പുനർജന അഗ്രോ ഗാർഡൻ ആൻഡ് നഴ്സറി മാധവത്ത് കാഞ്ഞങ്ങാട് സൗത്ത്. അപ്പം ഞാനിന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ള കുറേ ഇനം ചക്കകൾ, വിവിധ ഇനം ചക്കകളുടെ തൈകളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം തരാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നഴ്സറിയിലുള്ള കുറേ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ വിയറ്റ്നാം സൂപ്പർ എർലിയെ കുറിച്ച് പറയാം. നമുക്ക് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വിദേശ ഇനം ആണ്. ഗ്യാരണ്ടി ആയിട്ട് ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് ചക്ക തരുന്ന ഒരു ഇനമാണ് സൂപ്പർ ജാക്ക് വിയറ്റ്നാം സൂപ്പർ എർലി. അപ്പം നമ്മളത് വീട്ടുപറമ്പിൽ കൃത്യമായിട്ട് അതിന് വളമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ 1.5 വർഷം കൊണ്ട് ചക്ക പിടിക്കും. അപ്പോൾ ഇതാണ് ആ ഇനം എന്ന് പറയുന്നത്, വിയറ്റ്നാം സൂപ്പർ എർലി. അപ്പോൾ നമ്മൾ ഒരു 1/2 മീറ്റർ 3/4 മീറ്റർ ആഴത്തെ കുഴി കുഴിച്ചുകൊണ്ട് അതിൽ ജൈവവളങ്ങളൊക്കെ ഇട്ട് ബഡും മുകളിലാക്കി വെച്ച് കൊടുത്തുകൊണ്ട് വേനലാകുമ്പോൾ പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് ചക്ക തരുന്നൊരു ഇനമാണ് വിയറ്റ്നാം എർലി. ഒരുപാട് ചക്ക നമ്മൾ ഇതിൽ പിടിക്കും, അത്രയൊന്നും വെച്ചിടാം. കുറച്ച് വളർന്ന് തടിയൊക്കെ ഉഷാറായ ശേഷമേ കൂടുതൽ ചക്ക വെക്കാൻ പാടുള്ളൂ. അല്ലാത്ത നമ്മൾ പറിച്ച് കളയണം. പിന്നീട് ഒരു 2-3 വർഷമാകുമ്പോൾ ഒരുപാട് വെക്കാം, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഈ വിയറ്റ്നാം എർലിയെ കുറിച്ച്. നല്ല മണമാണ്, നല്ല സ്മെല്ല് വളരെ നല്ല സ്മെല്ലാണ്, നല്ല മധുരമുണ്ട്. അതാണ് ഈ ജാക്ക് വിയറ്റ്നാം സൂപ്പർ എർലിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്കടക്ക്, ഇതാണ് ഞങ്കടക്ക് എന്ന് പറഞ്ഞ ഇനം. വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇനമാണ് ഇത്. ചക്ക ഇനത്തിൽപ്പെട്ട ഒരു ഒരു പ്ലാന്റാണ് ഞങ്കടക്ക്. ഇത് ഇന്തോനേഷ്യൻ ഹണി ജാക്കും അതുപോലെ ചെമ്പടക്കും കൂടിയിട്ടുള്ള ഒരു മിക്സാണിത്. ഇത് ശരിക്കും നമ്മുടെ ഈ ആഞ്ഞലി ചക്ക പോലെ നമുക്കിങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയാണ് ഞങ്കടക്ക് സൂപ്പറോ. ഇത് ഹോങ്ക്രോണിൻ്റെയാണ്. ഇത് 2 വിയറ്റ്നാം എർലിയും ഹോങ്ക്രോണിൻ്റെയാണ്, ഇതും ഹോങ്ക്രോണിൻ്റെയാണ്. ഇതിപ്പം മറ്റ് ആളുകളും ഇത് ഉണ്ടാക്കുന്നുണ്ട്, മദർ പ്ലാന്റൊക്കെ ഉണ്ടാക്കി അവർ ബഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ വിശ്വസനീയമായിട്ട് ഹോങ്ക്രോണിൻ്റെ നമുക്ക് വെച്ചാൽ നമുക്ക് 100% ഗ്യാരണ്ടിയോട് വെക്കാൻ പറ്റുന്നത് ഹോങ്ക്രോണിൻ്റെ തൈകളെയാണ്. അപ്പോൾ ഇതാണ് ഞങ്കടക്ക് സൂപ്പറോ എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് അടുത്തത് ഇതാണ്. ഇത് ABRK എന്ന് പറയുന്ന ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ലോകത്തിലെ തന്നെ വളരെ മധുരമുള്ള ഒരു ടേസ്റ്റുള്ള ചക്കയാണ് ABRK. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഒരു വട്ടത്തിലുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ വരുന്നത്. ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ നമുക്ക് ചക്ക ഇഷ്ടപ്പെടുന്ന ആളുകൾ, ചക്കപ്രേമികൾ വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കേണ്ടുന്ന ഒരു ഇനമാണ് ABRK. അപ്പോൾ അതാണ് മറ്റൊന്ന് നമ്മൾ. പിന്നീട് നമ്മുടെ ഡാങ്ക് സൂര്യ. ഈ ഡാങ്ക് സൂര്യ ഇത് റെഡ് ജാക്കാണ്, റെഡ് കളറാണ്, ഉള്ളിൽ റെഡ് കളറാണ്. ഇതൊരു 3 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം വരുന്നതാണ് ജാക്ക് ഡാങ്ക് സൂര്യ. നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ്, നല്ല മധുരം ഉണ്ട്. ഇതിൻ്റെ കളറ് തന്നെ നല്ല ചുവപ്പാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ നമുക്ക് വെക്കാം ചക്ക. അടുത്ത ഇത് ചക്കയാണ് ഇതാണ് നമ്മുടെ ഈ കൂട് ചക്ക എന്നൊക്കെ പറയുന്ന ജാക്ക് ചുങ്കപ്പുര സോഫ്റ്റ്. ഹോങ്ക്രോണാണ് ഇത് ഈ ഉൽപ്പന്നം ഇറക്കിയിട്ടുള്ളത്. ജാക്ക് ചുങ്കപ്പുര സോഫ്റ്റ് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ചക്കയാണ്. ഒരു കൂഴ്ചക്കയാണ്, പക്ഷെ വളരെ ഭയങ്കര കൂടുതൽ മധുരം, നല്ല ടേസ്റ്റ്. അതാണ് ഈ ചുങ്കപ്പുര സോഫ്റ്റ്. അപ്പോൾ കൂഴ്ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഇനം വെക്കാവുന്നതാണ്, നല്ല ഒരു ഇനമാണ് ചുങ്കപ്പുര സോഫ്റ്റ്. പിന്നെ അടുത്ത് പറയാനുള്ളത് ഇതാണ്. ഇത് സീഡ് ഫ്രീ ചക്ക. ഇതിൽ കുരു ഉണ്ടാവില്ല. ഇത് നല്ലൊരു ചക്കയാണ്. പക്ഷേ ഒരുപാട് ചക്ക പിടിക്കുമെന്ന് വെച്ചാൽ അത്രയൊന്നും പിടിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിനൊരു പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് കൂടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുരു ഉണ്ടാവില്ല, പശയും ഉണ്ടാവില്ല. ഹോങ്ക്രോണിൻ്റെയാണ്. ചിലപ്പം ചെറിയ 1-2 ചെറിയ കുരു, ഇങ്ങനെ തരിപോലുള്ള കുരുകളല്ലാണ്ട് അതിൻ്റെ വലിയ തൈയാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇത് ഞാൻ നമ്മുടെ എയർപോർട്ടിൽ ഉണ്ടാക്കിയതാണ്. കണ്ടില്ല, എയർപോർട്ടിൽ ചെറിയ തൈ എടുത്ത് അതിനെ ഒന്ന് വളർത്തി വെച്ചാൽ നല്ല തൈയാണ്. കണ്ടില്ല, നല്ല വലിപ്പം വന്നു. ഇത് ചക്ക പിടിച്ചതാണ്, പക്ഷേ വലിയതായിട്ട് കിട്ടിയിട്ടില്ല, കൊഴിഞ്ഞു പോയി. ഏകദേശം കുറച്ച് വലിപ്പം വന്നിരുന്നു. അതിൽ സീഡ് ഫ്രീ ജാക്കിൻ്റെ ഒരു വലിയ തൈയാണിത്.
പിന്നീട് നമുക്ക് കാണിക്കാനുള്ളത് സിംഗപ്പൂർ സോഫ്റ്റ് കാണിച്ചു. ജാക്ക് സിന്ദൂർ ഇതാണ് ജാക്ക് സിന്ദൂർ. ഇതൊരു ഇതിൻ്റെ ചുളയൊക്കെ ചുവപ്പ് കളറിലാണ് ജാക്ക് സിന്ദൂർ. നല്ലൊരു ഇനം തന്നെയാണ് ജാക്ക് സിന്ദൂർ. ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ ഇതൊരു 3 വർഷം കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ കായ്ഫലം തരുന്നത്. ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ വെക്കാൻ പറ്റിയ ഒരു ചക്ക ഇനം തന്നെയാണ്. പിന്നീട് അടുത്തത് ഇത് ഗംലെസ്സാണ്. ഗംലെസ് ചക്കയാണ്. ഇത് ഏകദേശം ഒരു 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അത്ര ഒരു 2 വർഷം ആവാനായ ചെടിയാണ്. ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഗംലെസ്സാണ്. നല്ല ടേസ്റ്റുള്ള കാൻവരിക്കയാണിത്. പിന്നീട് നമ്മുടെ ശ്രീജാക്ക് ഇത് കണ്ടല്ലോ, ഇത് വിയറ്റ്നാം വേർലിയുടെ ഏകദേശം ഒരു വലുപ്പമായിട്ടുള്ളൊരു പിന്നെ പ്ലാവാണ് കണ്ടത്. ഇത് നല്ലൊരു ഇതൊക്കെ ഇപ്പം പെട്ടെന്ന് തന്നെ പിടിക്കേണ്ട ഒരു പ്ലാവാണ്. വിയറ്റ്നാമൊക്കെ കുറച്ച് വലിപ്പമുള്ളൊരു തൈയാണിത്. അതേപോലെ ഇതും വിയറ്റ്നാം വേർലിയാണ് കണ്ടില്ല. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള വിയറ്റ്നാം വേർലി തൈ. ഇതിപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഒരു ചെറിയ തൈ ഇതുപോലുള്ളൊരു എയർപോർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചക്ക പിടിക്കും. അതുപോലെ നമ്മുടെ ഇത്രയും ഇനങ്ങളാണ് നമ്മുടെ ഈ ചക്ക ഇനത്തിൽപ്പെട്ടുള്ള തൈകൾ നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ചക്ക ആവശ്യമുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി. ചക്കയുടെ തൈകൾ, ചക്കയല്ല ചക്കയില്ല, ചക്കയുടെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഏകദേശം എല്ലാ ഇനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അപ്പം ചക്ക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ പല കർഷകരും ഇപ്പോൾ പ്ലാവിൻ്റെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലത്തെ മാതിരിയല്ല, പ്ലാവിൻ്റെ ഒക്കെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. പല ഉൽപ്പന്നങ്ങളും ചക്കയുടെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചക്ക ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്നു. ഇടക്കാലത്ത് ചക്കേനെ എല്ലാവരും അവഗണിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എല്ലാവരും വീണ്ടും ചക്കയുടെ പുതിയ ഇനങ്ങൾ തേടി പിന്നെ പല സ്ഥലത്തും തേടി നടന്നുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ പറമ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ചക്ക എങ്ങനെ നമ്മൾ നടാമെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും അറിയും, അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു സമചതുരോ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ളതോ ഒരു 3/4 മീറ്റർ ആഴത്തിലുള്ള ഒരു കുഴി ഒഴിച്ച് അതിന് മേൽമണ്ണ് മാറ്റി വെച്ചുകൊണ്ട് അതിൽ ഒരു കുറച്ച് നമ്മുടെ കുമ്മായപ്പൊടി ഇട്ടുകൊണ്ട് ഒരു 10 ദിവസം വെക്കാം. വെറുതെ കുമ്മായപ്പൊടി ഇട്ട് വെച്ച് 10 ദിവസം വെക്കാം. അതിനുശേഷം നമുക്കതിൽ ഒരു കൂട്ട ചാണകപ്പൊടി, അതുപോലെ കുറച്ച് 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പിൻപിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ വേറെ എന്താ ഉള്ളത്, പിന്നെ വെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മുടെ വേറെ എന്താ വളം, ജൈവവളം എന്തായാലും കുഴപ്പമൊന്നുമില്ല. ആട്ടും കാട്ടമാണെങ്കിൽ അതുകൂടെ അതൊക്കെ ഇട്ടുകൊണ്ട് അതിൽ കുഴി മൂടുക. ഈ മേൽമണ്ണ് മാറ്റി വെച്ച മേൽമണ്ണ് കൂടെ കലർത്തിക്കൊണ്ട് അത് കുഴി മൂടുക. അതിനുശേഷം അതിന് നടുവിൽ അതായത് ഇതിന് കണക്കായിട്ടുള്ളൊരു കുഴി കുഴിച്ചുകൊണ്ട് ഈ കവറ് റിമൂവ് ആക്കി ബഡ് മൂടാത്ത രീതിയിൽ ഇതുണ്ടല്ലോ ഇത്രയും ഭാഗം മുകളിൽ വരണം. ആ രീതിയിലായിരിക്കണം നമ്മൾ നടേണ്ടത്. നട്ട് കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം കൊടുക്കുക. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത്. വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ നല്ല ജലസേചനം കൊടുക്കുക. നന്നായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിയറ്റ്നാം വേർലി 1 വർഷം കൊണ്ട് നമുക്ക് ചക്കയിട്ട് ബാക്കിയുള്ളത് 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ചക്ക എന്തായാലും കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.